ഫിഷ് ആൻഡ് ചിപ്സ്. കുറച്ച് ഉപ്പ് വരുമോ? ഉപ്പ് സോൾട്ട്. ആ രാത്രി എന്താ നടന്നത്? എന്ത് സംഭവിച്ചെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷെ ഒരു വെള്ള കാർ വന്ന് നിന്നു. പിന്നെ അകത്തുനിന്ന് എന്തോ കൊണ്ടുവന്നിട്ടു. വേറൊന്നും ഉണ്ടായില്ലേ? എനിക്ക് ആ കാറിൻ്റെ ടയർ പൊട്ടിയ ശബ്ദം കേട്ടോ. അതിനുശേഷം ഒരു വലിയ കൊടുങ്കാറ്റ്. എന്താ പറഞ്ഞ? ടയർ പഞ്ചറായിന്നോ? ഒരു വലിയ കൊടുങ്കാറ്റ്. സാർ, ഇയാളെ നമുക്ക് കൊണ്ടുപോയാലോ? Two portions of chili pork, half an hour. Okay. സാറേ, നിങ്ങളുടെ വെയിറ്റേഴ്സിന് ഒരു മര്യാദയില്ല സർ. കാരണം ഇത് സർവീസ് ഇൻഡസ്ട്രിയാ. അവർ കുറച്ച് ട്രെയിനിങ് കൊടുക്കുക. സോറി, ഇങ്ങനെ പോയാൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ തന്നെ നാശമായി പോകും. ഞാൻ നോക്കിക്കോളാം സർ. റോണി, എന്താ നിന്റെ പ്രശ്നം? അയാളോടോ? പട്ടി വെട്ടിട്ടുണ്ടോന്ന് അയാളോ? അയാൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? അയാളൊരു കസ്റ്റമറാ, കാശ് തരും. വീട് സാറേ, ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. 200 രൂപ ബില്ലേ വരുള്ളൂ. യോ മരുന്നാ ഇങ്ങനെ. നിനക്കെന്താ നഷ്ടം? നഷ്ടം ഓണർക്കല്ലേ. നിനക്ക് വേണ്ടത് നല്ല ഒന്നാം തരം സെക്സ് അല്ലേ? എപ്പോഴും ആവശ്യമുണ്ട്, പക്ഷേ ലക്കില്ല. ഏതെങ്കിലും നല്ല ഫിഗർ ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഒരുപാടെണ്ണം റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ടല്ലോ. ഒരെണ്ണത്തിന് പോലും വളയ്ക്കാൻ പറ്റിയില്ലേ? ഞാൻ നേരത്തെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിന് വളയ്ക്കുമായിരുന്നു. അത് ശരി, നിങ്ങൾ വലിയ ആളാ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എക്സ്ക്യൂസ് മീ. നീ അങ്ങോട്ട് ചെല്ല. ഹേയ്, നിനക്ക് സുഖമാണോ? ചേച്ചി, വീട്ടിൽ ആരുമില്ലേ? ചേച്ചി ഇങ്ങോട്ട് വാ. അമ്മ. Shit. സുമതി, കോഫി താ. അവള് ജോലിക്ക് പോയില്ലേ? ഇന്ന് വൈകിയല്ലോ. ശരി, വേറെന്ത് ചെയ്യാനാ? ഗുഡ് മോർണിംഗ് സുമതി. ഗുഡ് മോർണിംഗ്. ഒരു നിമിഷം, ഞാൻ തിരിച്ച് നിന്നെ വിളിക്കാൻ കേട്ടോ. ഒരു സെക്കൻഡ്. അയ്യോ, എല്ലാം താഴെ കളഞ്ഞോ? പോയി. ധൃതി വെക്കല്ലേ, പതുക്കെ പതുക്കെ കുടിക്കുന്നേ. എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? എന്തിനാ രാവിലെ തന്നെ ദുശകനായി സംസാരിക്കുന്നത്? ഷോഹിനി, ഈ മാസത്തെ വാടക എന്നാ? ഞാൻ പിന്നെ മേടിച്ചോളാം. പിന്നെ ഞാൻ ചെലവഴിച്ചു കഴിഞ്ഞാ നിന്നെ കൊല്ലാൻ പോവാ. സൂക്ഷിച്ചു പോണേ മോളെ. ഈശ്വര രക്ഷിക്കണേ. പെൺകുട്ടികൾ ഇങ്ങനെ ഒരുപാട് നേരം ഉറങ്ങാൻ പാടില്ല. എനിക്ക് കുറച്ച് കടലമാവും പാലും തരാമോ? എനിക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാനാ. ഒന്നിനെ പറ്റിയും ഒരു ചിന്തയില്ല. പ്ലീസ് തരൂ. എന്താ ഇത്? ശരത് റെസിഡൻസി, സാൾട്ട് ലേക്ക്. ഈ അഡ്രസ് എവിടെ? അതോ, ഇത് ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്തോളൂ. പിന്നെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി. വണ്ടി വിടും. വാടേ, എന്തിനാ പേടിക്കുന്നേ? നാളെയാണ് നമ്മുടെ ഫൈനൽ ഡെലിവറി. പക്ഷെ ഇനിയും നമ്മുടെ ജോലി തീർന്നിട്ടില്ല. നിങ്ങൾ ആരും ഇതുവരെ തയ്യാറായില്ലേ? അബ്സല്യൂട്ട്ലി യൂസ്ലെസ്. ആക്ച്വലി ലേഔട്ടില് ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ മാറ്റണം. എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. എന്റെ ക്ലയൻസിനോട് മറുപടി പറയേണ്ടത് ഞാനാണ്. എന്റെ ക്ലയൻസ് എങ്ങാനും എന്നെ വിട്ടു പോയാൽ നിങ്ങളെ എല്ലാരെയും ജോലിയിൽ നിന്ന് അയക്കും.
വീണ്ടും ആ വൃത്തികെട്ട ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാക്ഷസ രൂപങ്ങൾ ഇന്ന് നടുരാത്രിയിൽ എൻ്റെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതേ ഭയം. ആ ഭയങ്കര കണ്ണുകളെ എന്നെ കൊണ്ട് മറക്കാനേ പറ്റുന്നില്ല. ജോലി ചെയ്യുമ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആ കണ്ണുകൾ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്തേക്ക് വാ. ഞാൻ അത്രയ്ക്ക് ഭീരുവായി പോയോ? എനിക്കറിയില്ല. എൻ്റെ അമ്മ അപ്പ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുമായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബാല്യകാലം എത്ര മനോഹരമാവുമായിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് എൻ്റെ അമ്മയുടെ മുഖം പോലും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അച്ഛനും എന്നെ ഒറ്റയ്ക്ക് വിട്ട് എങ്ങോട്ട് പോയല്ലോ. പിന്നെ ഉണ്ടായത് ഒരേ ഒരാളാണ്. അയാളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. രോഹിണിയെ കൊണ്ട് എന്നെ ആ രാക്ഷസന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇതാരോടും പറയാൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും ഒളിഞ്ഞു കളിക്കാം. അച്ഛനോട് പറയാൻ പാടില്ല, ചേച്ചിയോടും പറയാൻ പാടില്ല. എന്നാ ചെന്നായിയുടെ കയ്യിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവൾ എങ്ങോട്ടോ ഓടിപ്പോയി. അവൾ ഒരിക്കലും എൻ്റെ ചേച്ചിയാവാൻ അർഹതപ്പെട്ടവളല്ല. രോഹിണി ആ കണ്ണുകൾ എന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ വൃത്തികെട്ട കൈകൾ എൻ്റെ ശരീരവാസകളും പടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ നീ ഒന്നും തന്നെ ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. ബഷത്തായുടെ പീഡനത്തിന് ശേഷം കൽക്കട്ട നഗരം വലിയ ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് സുരക്ഷയാണെന്നുള്ളത് പെൺകുട്ടിയുടെ പീഡനത്തിനെതിരെ പ്രതികരിക്കുക എന്നത് നമുക്ക് ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നഗരം അതിന് വലിയൊരു ഭീഷണി നേരിടുക എന്ന് തന്നെ പറയാം. പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി അതിനുശേഷം കൊല്ലപ്പെട്ടതായാണ് കണ്ടുവരുന്നത്. മോനെ, വലിയൊരു വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മോനെ, ഞാൻ പറയുന്നു കേൾക്കുന്നോ? ഞാൻ പണി കഴിച്ചിട്ട് വരാന്ന്. പ്രതികരിക്കാൻ പെൺകുട്ടികളെല്ലാം തന്നെ സന്നദ്ധരായി മുന്നോട്ട് എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഹേയ് എടാ റോണി, ഒന്നും സംഭവിക്കില്ലല്ലോ. ഒരുപക്ഷെ നമ്മളെങ്ങാനും കുടുങ്ങിയാലോ? നമ്മൾ കുടിച്ചുകൊണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. അതുമല്ലാതെ ആ പെണ്ണുങ്ങൾ ആരെന്ന് പോലും അറിയില്ലല്ലോ. ഒന്ന് പിടി. ആ എടുക്കെടുക്ക. പിന്നല്ലാതെ പാതിരാത്രിയിൽ റോഡ് വക്കത്തുനിന്നാ പിന്നെ എന്തോ ചെയ്യാനാ? നമ്മുടെ കയ്യിലല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ചെന്ന് പെട്ടേനെ. പോലീസിനെ കൊണ്ട് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ലടാ. നീ പേടിക്കാതെ. ശരിയടാ, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ഞാൻ അവളെ പണ്ണുമ്പോ തരവ് പേടി വന്നില്ലടാ. അവന്റെ ഒരു പേടി. ചെറിയ പയ്യനല്ലേ? നട്ടല്ലില്ലാത്ത പന്നികള്. ഹേയ്, ഒരു നിമിഷം നിർത്തുവോ? ടെങ്കു ചേച്ചി, ആരിത്? ശോലിനിയോ? ഒരുപാട് കാലായല്ലോ കണ്ടിട്ട്. സുഖാണോ? ഞാൻ നന്നായിട്ടിരിക്കുന്നു. കുറച്ച് വെയിറ്റ് ചെയ്യണേ. ആ. ഇതാ. How എങ്ങനെ are you, ഇരിക്കുന്നു ചേച്ചി? dear? നിങ്ങൾ എപ്പോഴാ തിരിച്ചു വന്നേ? 2 ദിവസം മുമ്പാ വന്നത്. വീട് വിറ്റാലോന്ന് ആലോചിക്കാ ഞാൻ. ഓ, അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോവാണോ? അച്ഛൻ മരിച്ചില്ലേ, അമ്മയോടൊപ്പം ഡൽഹിയിലേക്ക് പോയാലോന്ന് ആലോചിക്കാ. അതുകൊണ്ടാ വീട് വിൽക്കുന്നത്. അവിടെ വീടുണ്ടെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് പോയില്ലേ? നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ ആ മൊത്തം തെരുവിൽ ആരും ഉണ്ടാവില്ല. അതിനുശേഷം ഞാൻ വളരെ ഒറ്റയ്ക്കായി പോവും. അതെ, സത്യം തന്നെയാ. അല്ല, രോഹിണിക്ക് സുഖാണോ? അവൾക്ക് എന്താ, എപ്പോഴും പോലെ ഒരു മാറ്റവും ഇല്ല. എന്നാലും അവളുടെ ജീവിതം ഇങ്ങനെയായല്ലോ.